ഹായ് ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഉള്ളത് ഏഡൻസ് ഹെവനിലാണ്. ഇത് ടീൽ ഹെറിറ്റേജ് ആൻഡ് വില്ലാസ് ആണ് ഇവർ മാനേജ് ചെയ്യുന്നത്. ഇതൊരു ആക്ച്വലി നമുക്കൊരു ഈവൻ്റ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഏരിയ ആണ്. സോ അതിൻ്റെ ഒരു അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നിട്ട് സ്റ്റേ അടിച്ച് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അതെ, നമുക്ക് ഫങ്ഷൻസ് ഒക്കെ നല്ലോണം നടത്താൻ പറ്റും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടീസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയയും കൂടിയാണ് നമ്മളിവിടെ ഉള്ളത്. ആക്ച്വലി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, ഇത് നമുക്ക് വീഡിയോ നേരിട്ട് കാണാം. ഒരു നല്ലൊരു കലുങ്കുണ്ട് കേട്ടോ ഇവിടെ. ഒരു നല്ല ഒരു സ്റ്റൈലിൽ വന്ന് നിന്ന് വെള്ളമൊക്കെ കാണാൻ പറ്റിയ ഒരു കലുങ്കൊക്കെ ഉണ്ട്. ഇവിടെ മീനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ മീനൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ പൊടിമീനുകളൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നോക്കിക്കോട്ടെ, നല്ല രസമുണ്ട്. നല്ലൊരു പാടമുണ്ട്. പാടം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ ഒരു പറമ്പാണ്. ഒന്നും കൾട്ടിവേറ്റ് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് തോന്നണത്. നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നല്ലൊരു നാട്ടിൻപുറത്ത് വന്ന് സ്റ്റേ ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളവർ വന്ന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ ഒരു റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹെറിറ്റേജ് വില്ല എന്നുള്ളൊരു സ്ഥലത്ത് നമ്മൾ എൻട്രൻസ് ആണ്. ഇവിടെ എതിരെയാണ് നമ്മൾ വരുന്നത്. നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ മോളൂട്ടൻ അവിടെ നിൽപ്പുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് നോക്കി സൂം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് സൂം ചെയ്തിട്ട് സൂം ചെയ്ത് സോ മോളൂട്ടൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. നോക്കി, നല്ലൊരു ഭംഗിയല്ലേ. സോ ഇതാണ് ഒരു വില്ല. നല്ലൊരു പഴയൊരു വീടാണ് ആക്ച്വലി ഇതൊരു വില്ലയാക്കി എടുത്തേക്കണത്. മോൾട്ടാ, എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ? കണ്ടുവരുന്നേ ഉള്ളൂ, വെയിൽ കാരണം മനുഷ്യൻ കണ്ണും കൂടെ തുറക്കാൻ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് കാണാന്നുള്ള രീതിയിലാണ് വന്നേക്കണത്. അകത്തോട്ട് കയറാൻ പറ്റാത്തത് ഇവിടെ എല്ലാം ഇപ്പോൾ ഓക്യുപ്പൈഡ് ആണ്. ഗസ്റ്റ് ഉള്ള നമുക്ക് ഇപ്പൊ കയറാൻ പറ്റില്ല, നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. സോ ഏഡൻസ് ഹെവൻ എന്നാണ് ഇവിടെ എഴുതിയേക്കണത്. ടീൽ ലക്ഷറി സ്റ്റേ ആണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. റിസപ്ഷൻ ഏരിയ നമുക്ക് ഫ്രണ്ടിലേക്കാണ്. ഹെറിറ്റേജ് വില്ല, ഇൻഡോർ ഗെയിംസ്, റെസ്റ്റോറൻറ്റ്, ഗ്രൂവ് വില്ല കിഡ്സ്, അത് അവിടെ തോന്നുന്നുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട്. പിന്നെ ഔട്ട്ഡോർ ഗെയിംസ്, പാർക്കിംഗ്, സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഓപ്പൺ ലോൺ ക്യാമ്പ് ഫയർ ഒക്കെ വരുന്ന ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കിതെല്ലാം നമുക്ക് പതുക്കെ നോക്കാം. ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്നൊക്കെ എല്ലാവരും കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ഊഞ്ഞാല കാണാൻ പറ്റും, മരത്തിന്റെ ഊഞ്ഞാല. സോ അതിൽ മോൾട്ട് ഇവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ് റിലാക്സ് ആയിട്ട്. സോ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചാരുകസരുണ്ട് കേട്ടോ. സോ ഇതാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ ആണ്. ആക്ച്വലി പാർക്കിംഗ് ഏരിയ മാത്രമല്ല, നമുക്ക് ഇവിടെ ഒരു പാർട്ടി നടത്താൻ പറ്റിയ ഒരു വലിയൊരു ഏരിയ, പന്തലൊക്കെ ഇട്ട് നടത്താവുന്ന ഒരു ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് നടത്താവുന്നതാണ് ഇവിടെ. സോ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ എത്തി. നമ്മുടെ ഫേവറേറ്റ് ആണ്. സ്വിമ്മിംഗ് പൂൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഷീറ്റ് ഒക്കെ ഇട്ടായിരുന്നു, നെറ്റിന്റെ. അപ്പൊ മുകളിൽ നിന്ന് ഇടാതിരിക്കാൻ വേണ്ടി വെള്ളം നല്ല പ്യൂർ ആയിരുന്നു കേട്ടോ. നല്ല ക്ലോറിനൊക്കെ കുറവാണ്, എന്നാലും നമ്മൾ നോർമൽ സ്വിമ്മിംഗ് പൂളിനേക്കാൾ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. നല്ല എയറേഷൻ ഒക്കെ കൊടുത്ത് അവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തു. ഇതിന്റെ അകത്ത് പിള്ളേർക്കും സ്വിം ചെയ്യാനുള്ള ഒരു ഏരിയ ഉള്ള കാരണം ഫാമിലീസിനൊക്കെ പറ്റിയ ഒരു സ്വിമ്മിംഗ് പൂളാണ് ആക്ച്വലി ഇത് വരുന്നത്. ഇത് 4 feet ഉണ്ടാവും അല്ലേ മോളുടെ? മോളുടെ വെള്ളത്തിലേക്ക് ചാടാൻ തോന്നണ്ട? വേണ്ട. അതന്നാ ഞാൻ സ്വിമ്മിങ് ഡ്രസ്സിലത് ചാടാറില്ല പൊതുവെ. പക്ഷെ വെള്ളം ക്ലിയർ ആണോ? കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഇതിനകത്ത് വീടൊരു സാധനം എന്താണെന്നറിയോ? ആക്ച്വലി കാറ്റടിച്ചു കഴിഞ്ഞാ എന്താ ഇവിടത്തെ ഇത് പറയുന്നത്? കരി അല്ല, പ്രാണിയല്ല, കരിയല്ല. ഐ മീൻ ഉണങ്ങിയ ഡ്രൈഡ് ലീവ്സ് ഒക്കെ ഇങ്ങോട്ട് പറന്നു വരും. ഇവിടെ മറ്റേ ജാതിയൊക്കെ ഉള്ളതാണ് കേട്ടോ. ജാതി, ചക്കമാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. നിൽക്കുന്ന ജാതി എനിക്ക് വയ്യ. ജാതി ഉണ്ടല്ലേ, അടിപൊളി. ഈ ഏരിയ നമ്മൾ ഫുള്ളും ജാതിക്കുള്ള സ്ഥലമാണ്. ശരിയാ. ഓ, ഇതിനെടുത്ത് പിക്കിളാക്കി കഴിക്കണം. ആരെങ്കിലും ഇതിനെ പിക്കിളാക്കി കഴിച്ചിട്ടുണ്ടാ?
നല്ല ടേസ്റ്റ് ആണല്ലേ. ആ മമ്മി ഉണ്ടാക്കും, ഡോറാമ ഉണ്ടാക്കും സൂപ്പറായിട്ട്. നീ ഡോറാമ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേ ഉള്ളൂ, അല്ലാതെ കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അപ്പഴാ. ഇത് കിണറല്ലേടാ? കിണർ പോട്ടാ, ഇത് കിണറൊന്നുമല്ല. കിണറിനാണോടാ സ്റ്റെപ്പ് വെക്കണേ? ഇത് കുളമല്ലേ, ചെറിയ കുളം. ഈ കൃഷി സ്ഥലത്തേക്കൊക്കെ കൃഷി വെള്ളത്തിന് ഉപയോഗിക്കാനല്ലേ. ഇവിടെ നിന്നൊക്കെ എരികുകൾ വെള്ളം എടുക്കണം. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ആ ഇവിടെ മിമ്മിയൊക്കെ ഉണ്ടാ, പൊടി മിമ്മിയൊക്കെ ഉണ്ട്. ഇത് ഓറഞ്ചാ, അതോട്ട് ഓറഞ്ച് പോലെയൊക്കെ തോന്നുന്നു, ചെറുത് നാരങ്ങ. എന്താണോ ഓറഞ്ചാ? ആ ചെറിയ ഓറഞ്ചാന്ന്. പക്ഷെ എല്ലാം മണമൊന്നുമില്ല. ദൈവം തമ്മിൽ അറിയാം. ആക്ച്വലി നമ്മൾ ചോദിച്ചറിഞ്ഞോ, ഇതൊരു ഫ്രൂട്ടാണ്. സാധാരണ ഒന്ന് കൈ കാണിച്ചേ, കാണിക്കില്ല, തിന്നേ കാണിക്കുള്ളൂ അല്ലേ. ഉള്ളണ്ട ഫ്രൂട്ട് മുഴുവൻ പറിച്ചെടുക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ ആർക്കും വേണ്ട. അവിടെ കണ്ടാ ഞാനെന്ത് ചെയ്യാനാ? അങ്ങോട്ട് പോകൂല, പേടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അല്ലേ. ഞാൻ പോവില്ല, പുല്ലുള്ളിടത്തൊന്നും ഞാൻ പോവില്ല. സോ ഇതാണ് നമ്മളുടെ ഉള്ളിലത്തെ ഭാഗം വരുന്നത്. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഇരിക്കാനുള്ള സോഫയുമൊക്കെ വെച്ചിട്ട് നല്ലൊരു ഓപ്ഷനിലാണ് ഇരിക്കുന്നത്. ഇവിടെ ടി വി ഒക്കെ വരുന്നുണ്ട്, ഒരു ക്യാരം ബോർഡൊക്കെ വരുന്നുണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ ഒരു ഫാമിലി, ഒരു ബിഗ് ഫാമിലി ഒക്കെ വന്നിട്ട് ഒരു കുറച്ച് 2 ദിവസം സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ 1 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഒരു മൊത്തം 6 ചെയറിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ് വരുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമാണ്. ഇതൊരു ഹാൻഡ് വാഷ് ഏരിയ. പിന്നെ നമുക്ക് റൂംസ് എന്ന് പറയുമ്പോൾ 2 റൂമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു റൂം, സോ ഇവിടെ ഒരു ടി വി വരുന്നുണ്ട്, ഒരു ബെഡ് വരുന്നുണ്ട്, പിന്നെ ഒരു കബോർഡും പിന്നെ ചെയറൊക്കെ ആയിട്ട് വരുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഒരു ടി വി വരുന്നുണ്ട്, ഒരു ബെഡ്, പിന്നെ ഒരു കബോർഡ്, പിന്നെ ഒരു ചെയർ സ്പേസ് ഒക്കെ വരുന്നുണ്ട്. സോ ഒരു ദിവസം ഇവിടെ സ്റ്റേ ആയിട്ടൊക്കെ വന്നെയാണെങ്കിൽ നല്ല കിടു ഓപ്ഷനാണ്. സോ അടുത്ത ഓപ്ഷൻ ഇവിടെയാണ്. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു സ്പേസ് വരുന്നത്. ഇവിടെ ഒരു കോമൺ ടി വി വരുന്നുണ്ട്, നമുക്ക് സോഫയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. ഇത് എനിക്കൊന്ന് കുറച്ചും കൂടെ അപ്പുറത്തേക്കാളും കുറച്ചും കൂടെ നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. സോ നമുക്ക് ഇവിടെ വരുമ്പോൾ 2 റൂംസാണ് വരുന്നത്. സ്പേഷ്യസ് ആണ്. അപ്പുറത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. സോ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഒരു കുറച്ചുകൂടെ നല്ലൊരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇത് ഒരു മാസ്റ്റർ റൂമാണ്. ഇതും അടിപൊളി സ്പേഷ്യസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെയും ആ ഒരു ടി വി, കബോർഡ് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവര് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു വലിയൊരു ഫാമിലി തന്നെയാണെങ്കിൽ ഇതൊരു നല്ലൊരു ചോയ്സ് ആണ് നിങ്ങൾക്ക്. ഇവിടുത്തെ ബാത്റൂമും നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഒരു ബാത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്, പിന്നെ അല്ലാതെ ടോയ്ലറ്റിലും യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. സോ ഇതാണ് വേറൊരു സൈഡ് അല്ലേ നമ്മളുടെ. നമ്മൾ അപ്പുറത്തെ സൈഡ് എടുത്ത് ഇപ്പുറത്തെ സൈഡ് ഇപ്പം ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിനെക്കൊണ്ട് ഇത് കിച്ചൺ ഏരിയ കിച്ചൺ ആ ബാക്കായിരിക്കും. അടിപൊളി അടിപൊളി. എനിക്ക് തോന്നുന്നു ചൂണ്ടിടാനൊക്കെ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഇത് സ്വിം ഒക്കെ ചെയ്യാൻ പറ്റിയതായിരുന്നു. സ്വിമ്മൊന്നും ചെയ്യാൻ പറ്റില്ല. മുന്തിരി, ചെറിയ മുന്തിരിക്കോ? അതെ, വേണ്ട വേണ്ട വേണ്ട. കൊള്ളാല. ജസ്റ്റ് ഒന്ന് താഴെ പോയി നോക്കിട്ട് വരാമല്ലോ.
ഓക്കെ. ആഹാ അടിപൊളി. ആടാ ഏടാ. സോ ഇവിടെയാണ് ക്യാമ്പ് ഫയർ ചെയ്യണ സ്ഥലം. ഇവിടെ ആൾക്കാർക്ക് ഒരു കുറ്റിയിലേക്ക് കയറിയിരുന്ന ഈവനിങ് നല്ല രസമായിരിക്കും അല്ലേ മോൾട്ടാ? നമുക്ക് രാത്രിയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്കറിയാലോ എങ്ങനെ രാത്രി ഇവിടുത്തെ വൈബ് എന്നുള്ളത്. നമുക്ക് പിന്നെ രണ്ടുപേരായിട്ട് ക്യാമ്പ് ഫയർ ഒന്നും ഉണ്ടാവും, വെക്കാൻ പറ്റില്ലല്ലോ. ഇതിനെ കാണുമ്പോ മറ്റേ നീ മേടിക്കുന്ന ഇറച്ചിക്കടയിലെ മറ്റേ സുന അതന്നെ ആ തടി കഷ്ടമാടാ ഇറച്ചി വെട്ട്. ആരും കേക്കണ്ട. ആ ഫിഷൊക്കെ കൂടിയുണ്ട്. സോ ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഒരു വില്ല കേട്ടോ. ഇതിപ്പോ ടെയിൽ ആൻഡ് ഹെറിറ്റേജ് വില്ലയുടെ ഒരു പോർഷനാണ്. നമ്മളുടെ വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്പേഷ്യസ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു പോർഷനായിട്ടാണ് വന്നത്. സോ നമുക്കിത് മൊത്തമായിട്ട് നമുക്ക് ഒരു വില്ല മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മുടെ പാരൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്കതും ഒരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാം നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ബെഡിലൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. നമുക്കൊരു ടിവിയും കൂടെ ഇവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് കാണാനായിട്ട്. പിന്നെ നമുക്കൊരു കബോർഡ് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഓൾറെഡി. നമുക്കൊരു സ്പേഷ്യസ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ദിവസമൊക്കെ വന്ന് താമസിക്കാനായിട്ടും അല്ലെങ്കിൽ 2 days ഒക്കെ താമസിക്കാനായിട്ടൊക്കെ നല്ലൊരു ഇതാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ നടുക്കായിട്ടൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല നീറ്റായിട്ടാണ് ഉള്ളത്. സോ ആണോ എല്ലായിട്ടും കൂടി നല്ല ഹീറ്ററും എല്ലാം ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ നമ്മൾ പറയുന്നത് പാരന്റ്സ് പറയുകയാണെങ്കിൽ താമസിക്കാനൊരു സ്പേസിയസും കൂടെ വരുന്നുണ്ട്. അതും നമുക്ക് അപ്പുറത്തുള്ള എല്ലാം പോലെ തന്നെയാണ്. അപ്പൊ ഇവിടെയും ഉണ്ട് AC യും ബെഡും എല്ലാമായിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചാൽ സ്ഥലമാണ്. നമുക്ക് കൊള്ളാം, നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയുള്ള ഒരു സ്പേഷ്യസ് ആണ്. നമുക്ക് നമ്മുടെ വർക്ക് പ്രഷർ എന്നൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി, ഐ മീൻ അവിടെ നിന്ന് മാറി നല്ലൊരു ഫ്രഷ് ആയിട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേഷ്യസ്. ചൂടെന്നാണ് കളിയാക്കിയതാണ്. ഞാൻ പറഞ്ഞില്ലേ 4 feet ഉണ്ടാവില്ല എന്ന്. 4 feet ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും നടക്കുവോ? പോയി പൂളിന്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. നമുക്കിപ്പോ ഇവിടെ പൂള് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. രാത്രി വന്നപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ? സോ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഈവന്റ് നടത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് ഏരിയ ആണ്. അതെ. അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു ബാപ്റ്റിസോ മാരേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഇവിടെ ചെയ്യാം. കാരണം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് നൈറ്റ് പാർട്ടി വരെ നടത്താനുള്ള ഒരു ഓപ്ഷൻ ഇവര് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ബൈ.